ഇത് ഇന്ത്യയുടെ ചരിത്ര നിമിഷമാണ്. അഗ്നി-1 ബാലിസ്റ്റിക് മിസൈല് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് പരീക്ഷിച്ച് വിജയിച്ച ദിവസം കൂടിയാണ്. മെയ് 22-നാണ് ഒഡീഷയിലെ ചാന്ദ്പൂരിൽ നിന്നും ഒരു മിസൈല് പരീക്ഷണാസ്പദമായിട്ട് വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ഹസ്രദൂര മിസൈലാണ് ബാലിസ്റ്റിക് അഗ്നി-1. ഇത് ഈ ഒരു ചരിത്ര നിമിഷത്തിൽ ലോക രാജ്യങ്ങളെല്ലാം ഒരേപോലെ അമ്പരന്നിരിക്കുകയാണ്. കാരണം എന്താണെന്നോ, 700-900 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള സിംഗിൾ സ്റ്റേജ് ഖരവ് ഇന്ധനം ഉപയോഗിക്കുന്ന റോഡ് മൊബൈൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി-1. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മൊബൈൽ ഫോണുകളിൽ നിന്നും എവിടെ വേണമെങ്കിലും റോഡിൽ നിന്നുകൾ പോലും നമുക്കിത് വിക്ഷേപിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള മിസൈലാണ്. ഇതിന്റെ തുടക്കം 2004-ല് ഇന്ത്യ അഗ്നി-1 സേവനത്തിൽ ഉൾപ്പെടുത്തി നിലവിൽ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് മിസൈൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പണിപ്പുര ഇന്നു മുതലും തുടങ്ങിയതൊന്നുമല്ല, വർഷങ്ങളായിട്ട് തന്നെ ഇതിന്റെ പണിപ്പുര തുടങ്ങിയിരുന്നതാണ്. ആദ്യമായിട്ട് തന്നെ അഗ്നി-1 മറ്റൊരു തരത്തിൽ വിക്ഷേപിച്ചതും കൂടിയാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ 2026-ല് നമുക്കൊരു സുവർണ അവസരം കൈവന്നിരിക്കുന്നത്. ഹ്രസ്വദൂരമായിട്ട്, അതായത് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇനി നമ്മുടെ അടുത്ത് മുട്ടാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ അഗ്നി-1 മതി. ഒന്ന് തൊടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മാവിന് പോലും അല്ലെങ്കിൽ തടുത്തു നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. തൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ലക്ഷ്യസ്ഥാനത്തെത്തി പതിപ്പിക്കുക തന്നെ ചെയ്യും. അതായത് നിഷ്പ്രയാസം അവിടെ തരിശു ഭൂമിയാക്കി കളയുന്ന സാരം. ഇതെല്ലാം ഇന്ത്യയുടെ ചരിത്ര നിമിഷങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ചരിത്ര നിമിഷങ്ങൾ ഇവിടെയുള്ള എത്ര മലയാള ചാനലുകൾ ഒരു വാർത്തയാക്കിയിട്ടുണ്ട്. നമ്മുടെ CJP പാർട്ടിയുടെ ഇപ്പൊ തരംഗത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഏറ്റവും വലിയ കൊടുമുടിയിൽ എത്തി നിൽക്കുന്നത് ഇവരെന്താണ് വാർത്തയാക്കാത്തത്? ഇതേപോലെ ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യ കൈവരിക്കുമ്പോൾ ഇവരാരും, അതായത് മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ ആരും ഒന്നും മിണ്ടുകയില്ല, എതിർത്ത് സംസാരിക്കുകയില്ല. എന്തിന്? ഇതെല്ലാം ഇവിടെയുള്ള ജനതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അഭിമാന നിമിഷമാകേണ്ട പല കാര്യങ്ങളും ഇങ്ങനെയാണ് ഇവർ പൂഴ്ത്തിവെക്കുന്നത്. ഇത് മറ്റൊരു വിരോധാഭാസം തന്നെയാണ്. കാരണം രാജ്യത്തിന്റെ ഈ അഭിമാന നിമിഷങ്ങൾ എന്താണോ അത് ഓരോ ജനതയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനു പകരം രാജ്യത്തിന്റെ നെഗറ്റിവിറ്റി മാത്രം പബ്ലിസിറ്റി ചെയ്യുന്ന കുറച്ച് ടീമുകളാണ് ഇപ്പോൾ PR വർക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ മാധ്യമ പാപ്പരാസികളെ വിളിക്കാവുന്നതാണ്. അവർ യഥാർത്ഥത്തിൽ മാധ്യമത്തിൽ കാണിക്കുന്ന ഒന്നും തന്നെ കാണിക്കപ്പെടുന്നില്ല. കാരണം ഇന്ത്യയുടെ ചരിത്ര നിമിഷമായ പല കാര്യങ്ങളും ഇതറിയുന്നതാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തില് ഇതൊരു വാർത്തയാകുന്നത് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ എത്തി നിൽക്കുകയാണെങ്കിൽ അത് ആദ്യമേ തന്നെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വലിയ ഹെഡിങ് കൊടുത്ത് അത് വാർത്തയാക്കും. അതേപോലെ തന്നെ പല പല പാപ്പരാസി ചാനലുകൾ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ചരിത്ര നിമിഷങ്ങൾ മാത്രം അടയാളപ്പെടുത്തുന്നില്ല? വളരെ മോശകരമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. കാരണം ഇന്ത്യ എന്ന രാജ്യം ലോക രാജ്യങ്ങൾ തന്നെ ഏറ്റവും ആദരവോടുകൂടി നമ്മളെ വീക്ഷിക്കുന്ന ഒരു സമയമാണിത്. അതായത് അവിടെ ഒന്നും ഇതുപോലത്തെ ഒരു പ്രത്യേകത ഉണ്ടായിട്ടില്ല. ഒരേ സമയം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും റോഡിൽ നിന്നും നമ്മുടെ കൈകളിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് പോലും നമുക്കൊരു വിക്ഷേപിക്കാം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തലം എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോഴും ഇന്ത്യ വികസിച്ചിട്ടില്ല. ഇന്ത്യ പഴയ, അതായത് മൻമോഹൻ സിംഗ് പടിയിറങ്ങി പോയ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടുന്ന് ഒരു അടി ചലിച്ചിട്ടില്ല എന്ന് നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പാപ്പരാസി വാർത്തകൾ പറയുന്ന ചില കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ളവർ ഇപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഇത്രയൊക്കെ വളർച്ച എത്തിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളിൽ തന്നെ മാതൃകയായിട്ട് അവർ തന്നെ നമ്മൾ ആദരിക്കുന്ന ഒരു നിലയിൽ എത്തിയ ഈ ഒരു സുവർണ നിമിഷത്തെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കാത്തത്? ഇതാണ് നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത. കാരണം ഇന്ത്യയിൽ ജീവിച്ച് നമുക്ക് നമ്മുടെ വാർത്തകൾ അറിയണമെങ്കിൽ നമ്മൾ പുറമേയുള്ള ന്യൂസ് ചാനൽസിനെ അഭയം തേടണം, അവരുടെ വാർത്തകൾ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസനം അറിയാൻ കഴിയുകയുള്ളൂ. കാരണം പല മലയാളത്തിലെ പ്രമുഖ ചാനലുകളും ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഇവരെല്ലാം കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വാർത്തകൾ പോലും പുറമെ വലിയൊരു വാർത്തയാണ്. എന്നാൽ ഇവിടെ ഈ നമ്മുടെ നാട്ടില് ഇതൊക്കെ വലിയ വാർത്തയാക്കി കൊടുക്കേണ്ട സമയത്ത് ഒരു ചെറിയൊരു ഹെഡ്ലൈനിലൂടെ മാത്രം കാണിച്ചു പോകുന്നത് വളരെ മോശകരമായ കാര്യമാണ്. ഈ നാട്ടില് തമ്മിത്തല്ലി ചാകാൻ നടക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ് ചിലപ്പോൾ വാർത്താ പ്രാമുഖ്യമുള്ളൂ. വർഗീയത പറയുന്നത് മാത്രമാണ് വാർത്തകൾക്ക് പ്രാധാന്യമുള്ളൂ. കാരണം ഇതെല്ലാം വെറും മാർക്കറ്റിംഗ് ആയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വളർച്ചയും ഉയർച്ചയും ഇനിയും അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും ഇന്ത്യ എന്നൊരു രാജ്യം 2014-ല് മോദി കയറി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് കണക്കെടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇന്ത്യ എവിടെയും എത്തിയിട്ടില്ല, ഇന്ത്യ ഏറ്റവും താഴ്ന്ന ലെവലിലാണ് എന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ തന്നെ
നിൽക്കുകയും CJP എന്നൊരു പാർട്ടി രംഗത്ത് വരികയും ഇന്ത്യയിൽ തൊഴിലില്ലായ്മ പോലെയുള്ള പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ കൈവരിച്ച പല നേട്ടങ്ങളൊന്നും ഇവരെന്താണ് പറയാത്തത്? മാധ്യമങ്ങൾ പോലും അവർക്ക് PR വർക്കുകൾ എടുത്തു. ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, നാഴികക്കല്ലുകളായ പല നിമിഷങ്ങളും എന്തുകൊണ്ടാണ് പറയാത്തത്? പലപ്പോഴും നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട്. CJP പാർട്ടിയുടെ പ്രൊഫൈലുകൾ നോക്കിയാൽ അറിയാം. മെലഡി എന്ന് പറഞ്ഞൊരു മിഠായിനെ വളരെ ആക്ഷേപഹാസ്യമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ശരിയാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്തിനാണ് പോയിട്ട് അവിടെ മെലഡി കൊടുത്തത് നിങ്ങൾക്ക് അറിയാമോ? ചുമ്മാ മെലഡി കൊടുക്കാൻ വേണ്ടി പോയതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നാളെ ഭാവിയിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സഞ്ചരിച്ച 5 രാജ്യങ്ങളുണ്ട്. ആ 5 രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പോയത് എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. കാരണം നാളെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ യാതൊരു തടസ്സവും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഐക്യങ്ങളാകാനും പുതിയൊരു പാത കയ്യൊപ്പ് ചാർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അല്ലാതെ ചുമ്മാ ഒരു മെലഡി കൊടുത്ത് മെലഡി വാങ്ങിച്ചിരിക്കാൻ വേണ്ടിയിട്ടും അത് റീൽസ് ആക്കാനും ആ റീൽസ് ട്രോൾ ആക്കാനും വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രാജ്യങ്ങൾ സഞ്ചരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായത് ഹോർമുസ് കടലിടുക്കില് ഇന്ത്യയുടെ കപ്പലുകൾ മാത്രം വിട്ടയച്ചു. പിന്തുടർന്നു വന്ന പാകിസ്ഥാന്റെ കപ്പലിനെ അവർ വിട്ടയച്ചില്ല. അവിടെ പകുതിക്ക് വെച്ച് നിർത്തിച്ചു. എന്തുകൊണ്ട്? നമ്മൾ എങ്ങനെയാണോ ഇറാനോട് അന്ന് പെരുമാറിയിരുന്നത് ആ ഒരു ബന്ധമാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിക്കുന്ന നയതന്ത്രമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധം തന്നെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ എല്ലാ രാജ്യങ്ങളിലെ ആളുകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇന്ത്യയെ തന്നെ വ്യത്യസ്തരാക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ആദരവ് ലഭിക്കുന്നത്. ഈ ഒരു ആദരവ് ചോദിച്ചു വാങ്ങിയാൽ കിട്ടുകയില്ല. പകരം അഹോരാത്ര പ്രയത്നം കൊണ്ടും അഭിമാനകരമായ നിമിഷം തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം ശിരസ് ഉയർത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അല്ലാതെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരു വ്യക്തിനെ മാത്രം വ്യക്തിഗത ചെയ്യുമ്പോൾ അവർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്ത് നടക്കുന്ന പല നല്ല കാര്യങ്ങളും അഭിമാനകരമായ നിമിഷങ്ങളും മറ്റുള്ള ആൾക്കാരെ അറിയിക്കാതിരിക്കുകയല്ല യഥാർത്ഥ മാധ്യമങ്ങളും മനുഷ്യരും ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നടക്കുന്ന പല കാര്യങ്ങളും എത്തേണ്ടിടത്ത് എത്തുന്നില്ല. അതായത് കുട്ടികൾ അറിയേണ്ടതാണ് ഈ ഒരു വികസനത്തിന്റെ കാര്യങ്ങളെല്ലാം. പക്ഷേ കുട്ടികളിൽ മറച്ചു വെക്കപ്പെടുകയാണ്. അപ്പോൾ കുട്ടികൾ തന്നെ വിചാരിച്ചു വെക്കുന്നത് ഇപ്പോഴത്തെ മുതിർന്ന ആളുകൾ, അത് CJP പാർട്ടിയുടെ പിന്നിലുള്ള പല ആളുകളും ചിന്തിക്കുന്നത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന തലമുറയും ചിന്തിക്കുന്നത്. കാരണം അവരിലേക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു വസ്തുത, അതായത് വാർത്തകൾ കറക്റ്റ് ആയിട്ട് എത്താത്തതിന്റെ ഒരു അഭാവം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാം അറിഞ്ഞു തന്നെ വളരട്ടെ. അതായത് ഇന്ത്യയിലെ ഒരു അഭിമാനകരമായ നിമിഷങ്ങൾ, അതായത് വികസനത്തിന്റെ പാത നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് നമ്മൾ വല്ല നാട്ടിലെയും ന്യൂസ് ചാനൽ കണ്ടിട്ടല്ല ഇവിടുത്തെ കുട്ടികൾ പഠിക്കേണ്ടത്. ഇവിടുത്തെ ചാനൽ തന്നെ അത് ആദ്യമേ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ആ ഒരു മനോനിലയിലേക്ക് വരണം. രാഷ്ട്രീയം മാറ്റിവെച്ച് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് എന്തിനാണോ നാഴികക്കല്ലിടുന്നത് ആ ഒരു നാഴികക്കല്ല് ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട് കാണിക്കേണ്ടത് ഇവിടെയുള്ള ഓരോ മാധ്യമത്തിന്റെയും ഉത്തരവാദിത്തമാണ്. നേഷൻ ഫസ്റ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം മറ്റെന്തും. അതാണ് ഇന്ന് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന പലരും മറന്നു പോകുന്നത്.